ഇത് നാടൻ ചെടിയാണ്. സ്ട്രോബെറി ചെടിയിലും മൊത്തത്തിൽ 5 ഇനം സ്ട്രോബെറി ഉണ്ട്. അതിൽ ഇതൊരെണ്ണം സ്വീറ്റ് ചാർലി എന്ന് പറയും ഈ സ്ട്രോബെറിയുടെ പേര്. സ്വീറ്റ് ചാർലിയാ? സ്വീറ്റ് ചാർലി. ശരി. അപ്പം അതില് ഏറ്റവും കൂടുതൽ മധുരമുള്ള സ്വീറ്റ് ചാർലി എന്ന് പറഞ്ഞാൽ ഈ പഴത്തിനാണ് ഏറ്റവും കൂടുതൽ മധുരമുള്ളത്. അത് ശരി. ഒറിജിനൽ. ഹൈബ്രിഡ് പഴം എന്ന് പറയുമ്പോഴത്തേന് വലിയ വലിയത് അത് ഷേപ്പും ഫോട്ടോ എടുക്കാനുള്ള ഭംഗിയൊക്കെ കാണത്തുള്ളൂ. പിന്നെ അത് പുളിയായിരിക്കും. ഇത് ശരിക്കും നല്ല മധുരമുള്ള സ്ട്രോബെറിയാണ്, നാടൻ സ്ട്രോബെറിയാണ്. പിന്നെ വേറെ ഇവിടെ എന്തൊക്കെയുള്ളത്? വേറെ വെളുത്തുള്ളി ഉണ്ട്. ഇത് വെളുത്തുള്ളി. അത് ശരി. അതിപ്പോ വിളവെടുക്കാൻ പാകമായിട്ടുണ്ടോ? ഇതിപ്പോ ഒരാഴ്ചയും കൂടെ ഉണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് എടുക്കാം. അത് ശരി. അപ്പുറമൊക്കെ വെളുത്തുള്ളി നട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ വിളവെടുത്തിട്ടുണ്ട്. അവിടെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. അത് ശരി. ചെടിയോട് കൂടി കടയിൽ കണ്ടില്ല? കണ്ടു. കടയിലപ്പോൾ സാധാരണ ഇത് രണ്ടും അല്ലാണ്ട് പിന്നെ വേറെ എന്തൊക്കെ നിങ്ങൾക്ക്? വേറെ സ്ട്രോബെറി ജാം, വെളുത്തുള്ളി, ചായപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ട്രോബെറി ജാമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കണോ? ശരി. പഴം വേവിച്ച് 6 മണിക്കൂർ അടുപ്പേ വേവിക്കുന്ന ജാം ഉണ്ടാക്കുന്നത്. തേന് ലെമണൊക്കെ ചേർത്ത് വൈനും ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഗസ്റ്റ് ഇല്ലാത്ത സമയം പഴം വേസ്റ്റ് ആവാതിരിക്കാനും നമ്മൾ ഇതൊക്കെ ചെയ്താൽ ഓക്കെ അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ ഗസ്റ്റ് വരുമ്പോൾ അതൊക്കെ വിറ്റ് നമുക്ക് വരുമാനമാക്കാം. എന്താണ് നിങ്ങളുടെ ഫാമിന്റെ പേര്? വൈഗാസ് സ്ട്രോബെറി ഫാം. ഓക്കെ. അപ്പോൾ ഏതായാലും നമ്പർ ഞാൻ അവിടെ കൊടുത്തേക്കാം. ഓക്കെ. വരുന്നവർ ഇസാഫിന്റെ അവിടെ ആയിട്ട് വണ്ടി നിർത്തിയിട്ട് കോൺക്രീറ്റ് റോഡുണ്ട്, അവിടെ തന്നെ കടയുണ്ട്. നേരെ ഇറങ്ങി ഫാമിലേക്ക് വരാം. ഓക്കെ ശരി.